അപ്പം അതുകൊണ്ട് ശൈത്താനാണ് എന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചത്, ശൈത്താൻ അങ്ങനെ ചെയ്യിപ്പിച്ചു പറയരുത്. ശൈത്താൻ ദുരുപദേശം ചെയ്തു, ആ ദുരുപദേശത്തിനനുസരിച്ച് വഴിപ്പെടാൻ നീ ശ്രമിച്ചപ്പോൾ അള്ളാഹു കഴിവ് പഠിച്ചു തന്നു. ഇതാണ്. ഇതൊക്കെ നമുക്ക് വിവിധ സംശയങ്ങൾ ഉടലെടുക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടായി പറഞ്ഞത്, ഒരാള് വ്യഭിചരിച്ചതപ്പോൾ അള്ളാഹു ചെയ്യിപ്പിച്ചിട്ടല്ലേ എന്ന് അവൻ പറയുന്ന ന്യായത്തിലാണ് ഈ പറഞ്ഞത്. അവനക്ക് ഇത് വ്യഭിചാരമാണ്, ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല. ആ വ്യഭിചാരം തെറ്റാണെന്നുള്ള നമ്മളെ ബോധ്യപ്പെടുത്തി. നമ്മൾ വ്യഭിചരിക്കാൻ പോകരുത്, നമ്മൾ അതിനകത്തോട്ട് തടഞ്ഞു നിൽക്കാം. ആ തടഞ്ഞ് നിൽക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച് അതിലേക്ക് നമ്മളെ നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ പിൻവലിഞ്ഞ് നിന്നാൽ അപ്പോൾ രക്ഷപ്പെടാനും കഴിവാരത്തിനും അതിന് നമ്മൾ തീരുമാനമെടുത്ത് ഉറപ്പിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. പടച്ചോന്നാണ് ആ കഴിവ്. ഏത് വിവേചന ബുദ്ധി പടച്ചോന്നാണ്. തീരുമാനമെടുക്കാനുള്ള കഴിവ് അതുമല്ല തന്നതാണ്. ഈ തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ കഴിവൊക്കെ പടച്ചേരും. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്തു, ഇത് കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയിട്ടും വീണ്ടും നമ്മൾ വിഭജിക്കാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എടുക്കാനുള്ള കഴിവും അത് തന്നെയാണ്. ഇതൊക്കെ ചെയ്ത് അത് പ്രവർത്തിക്കാൻ പലപ്പോൾ കുതിർത്തന്ന പടച്ചു തരുന്നു. ഇത് മാത്രമാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. അല്ലാതെ ഒരു കളയും തെറ്റിൽ അള്ളാഹുപ്പെടുത്തി എന്ന് ശിക്ഷിക്കുന്ന രക്ഷിക്കുന്നതിനാണെന്നാണ് ഈ പറഞ്ഞ വിവേചന ബുദ്ധിയും. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് 2 കണ്ണുകൾ നമ്മളാക്കിയിട്ടില്ലേ, ഒരു ലിസാനൻ ഒരു നാവുമാക്കിയിട്ടില്ലേ, വശഫത്തൈനി ചുണ്ടുകളുമാക്കിയിട്ടില്ലേ, വഹദൈനാഹും നജ്ദൈൻ, നിങ്ങൾക്ക് 2 വഴികളും നമ്മൾ കാണിച്ചു തന്നിട്ടില്ലേ. ഇത് ഈ വഴിയിലൂടെ പോയാൽ അപകടമാണ്, ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ട സ്വർഗത്തിലെത്താം, ഇതിലൂടെ പോയാൽ നരകത്തിൽ പോവാം. ഇത് 2 തന്നിട്ട് വിവേചന ബുദ്ധിയും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു സ്വാതന്ത്ര്യമാക്കി നമുക്ക് തന്നു. എന്നിട്ട് നമ്മൾ ഈ പിഴയ്ക്കാനുള്ള മാർഗത്തെ തിരഞ്ഞെടുത്ത് പിഴയ്ക്കുന്നതിന് അള്ളാഹുവിനെ പഴിയാരാൻ നിൽക്കരുത്. ഇതൊന്നും തരാതെ ഒരു വിവേചന ബുദ്ധി തന്നില്ല. അള്ളാഹ് നമ്മളെ പിടിച്ചു കൊണ്ടുപോയി, നമുക്ക് ബുദ്ധിയില്ല, ബോധമില്ല, ഒന്നുമില്ല, നമുക്ക് തെറ്റും അറിയില്ല, ശരിയറിയില്ല, നമ്മൾ പോയി എന്ത് തോന്നിവാസങ്ങൾ ചെയ്തു. ഇസ്ലാമിന്റെ വിധി എന്താ? ആ തോന്നിവാസങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് തെറ്റില്ല. കാരണം അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ഉമ്മത്തിനെയും വാദ്യമായിട്ടില്ല, അഥവാ എന്തായിട്ടില്ല, ശിക്ഷിക്കുന്നത് ആയിട്ടില്ല അവരിൽ പ്രവാചകന്മാരെ അழைക്കുന്നത് വരെ എന്ന്. ആരെ? പ്രവാചകന്മാരെ അழைക്കുന്നത് വരെ ഒരു ഉമ്മത്തിനെ എന്ത് ചെയ്യില്ല, ആരും ശിക്ഷിക്കില്ല, അള്ളാഹു ശിക്ഷിക്കില്ല.